നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മധ്യസ്ഥായി പരീക്ഷകൾ എന്നുള്ള രണ്ടാമത്തെ ലെസണാണ്, അതായത് സരളി പരീക്ഷകൾക്ക് ശേഷം. അപ്പോൾ ഈ പരീക്ഷ വായിക്കുന്നത് ഇപ്പോൾ ഞാൻ പരീക്ഷകൾ മെട്രോണോം ഇല്ലാതെ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങളുടെ ഈ കീബോർഡിൻ്റെ മെട്രോണോം 60-നും 65-നും ഇടയ്ക്ക് സെറ്റ് ചെയ്തിട്ട് ഓരോ ക്ലിക്കിനും ഓരോ അക്ഷരം എന്നുള്ള നിലയെ വായിച്ച് പഠിക്കണം. കൈക്ക് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഈ സ്പീഡ് കൂട്ടുകയും വേണം. അപ്പം നമുക്ക് ഒന്നാമത്തെ പരീക്ഷ നോക്കാം. സാരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അത് നോക്കാം നമുക്ക്. സാരി ഗ മ പ ഗ മ പ പ. ഇങ്ങനെയുള്ള ഫിംഗറെങ്കിലും നമുക്ക് വായിക്കാം, അല്ലാതെ 5 ഫിംഗർ കൊണ്ടും ആ ലൈൻ വായിക്കാം. സാരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. ഇങ്ങനെ വായിക്കാം. ഇങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ വായിച്ചതാണ്, അങ്ങനെ വായിക്കാൻ കഴിച്ചുകൂടെ എളുപ്പമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈൻ. സാ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സാ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. മൂന്നാമത്തെ ലൈൻ. സാ സാ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അപ്പൊ നോക്കാം. സാ സാ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. നാലാമത്തെ. സാരി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. സാരി ഗ രി ഗ ഗ മ പ മ പ
ഇവിടെ 5 വിരൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്തുകയില്ല അങ്ങേയറ്റം വരെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സാരി ഗരി ഗ ഗ മ പ മ പ ദ പ ദ. ഇങ്ങനെ വായിക്കാമെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആകും വിരല്. അതല്ലെങ്കിൽ വിരല് നമുക്ക് തികയാതെ വരും 5 വിരൽ എന്നുള്ളത്. അത് കഴിഞ്ഞ് മ പ ദ പ ദ നി ദ പ മ പ ദ പ മ ഗ രി സ. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഈ 5 വിരലിലെ പാറ്റേൺ പറ്റുകയില്ല. ചിലയിടത്ത് 3, 5 ആക്കേണ്ടി വരും, ചിലയിടത്ത് 4, 4 എന്നുള്ള പാറ്റേണിൽ വായിക്കേണ്ടി വരും. അപ്പൊ ഇനി അവസാനത്തെ നമുക്കൊന്ന് നോക്കാം. സരി ഗ മ പ പ ദ ദ പ മ മ പ ദ നി സ സാ നി ദ പ സാ നി ദ പ മ ഗ രി സ. അപ്പൊ അത് നമുക്ക് നോക്കാം. സാരി ഗ മ പ പ ദ ദ പ മ മ പ ദ നി സ സാ നി ദ പ സാ നി ദ പ മ ഗ രി സ. അപ്പോ ഇതേ രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഫിംഗറിങ് ഒരു തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പരീക്ഷ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗറിങ് ഓട്ടോമാറ്റിക്കായിട്ട് കൈ വരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.